വിവാഹശേഷം ശ്രദ്ധിച്ചില്ലെങ്കിലേ സ്ത്രീകൾക്ക് ഈ പേരുദോഷം വരും. ഹെഡിങ് കണ്ട് ആരും പൊങ്കാലയിടല്ലേ. പേരുദോഷം എന്താണെന്ന് അറിയാൻ വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് പൊങ്കാലയിടാം. പല സ്ത്രീകളും വിവാഹശേഷം പിറ്റേ ദിവസം മുതൽ തങ്ങളുടെ പേരിന്റെ കൂടെ ഭർത്താവിന്റെ പേരങ്ങ് കൂട്ടിച്ചേർക്കും. ഇത് പലപ്പോഴും അവർക്ക് ദോഷമായിട്ട് സംഭവിക്കാറുണ്ട്. അങ്ങനെ പറ്റുന്ന പേരുദോഷമാണ് പറയാൻ പോകുന്നത്. രാധാമണി ടി.കെ കല്യാണത്തിന് ശേഷം രാധാമണി ചന്ദ്രശേഖർ, റോസമ്മ വി.കെ, റോസമ്മ ചെറിയാനും, കാവ്യ എം കാവ്യ ദിലീപും ഒക്കെ ആയിട്ട് മാറുമ്പോൾ ചില വ്യക്തിത്വമുള്ള ആളുകൾ മഞ്ജു വാര്യർ എന്ന പേര് മാറ്റാറില്ല. എന്നാൽ ഒരിക്കൽ പോലും ദിലീപ് കാവ്യ എന്നോ ചെറിയാൻ റോസമ്മ എന്നോ നമ്മൾ കേൾക്കാറില്ല. വിവാഹശേഷം ഭർത്താവിന്റെ പേരിന്റെ കൂടെ സ്വന്തം പേര് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ദോഷങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. SSLC ബുക്കിൽ ഒരു പേര്, ആധാർ കാർഡിൽ മറ്റൊരു പേര്, റേഷൻ കാർഡിൽ വേറൊരു പേര്, ചിലപ്പോൾ പാസ്പോർട്ടിൽ ഇതൊന്നും അല്ലാത്ത വേറെ പേരായിരിക്കും. അങ്ങനെ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ ചില കോഴ്സുകൾക്ക് ചേരുമ്പോൾ SSLC ബുക്കിലെ പേരും ആധാർ കാർഡിലെ പേരും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് വളരെ പ്രയാസം ഉണ്ടാക്കും. കല്യാണത്തിന് മുമ്പ് അപേക്ഷിച്ച PSC ജോലി ലഭിച്ചു കഴിയുമ്പോൾ റീഡയറക്ട് ചെയ്തു വരുന്ന അപ്പോയിന്റ്മെന്റ് ഓർഡർ തപ്പി കറങ്ങി നടന്ന് ചിലപ്പോൾ തിരിച്ചുപോയ സംഭവങ്ങളും ഉണ്ട്. വിവാഹശേഷം പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോഴും ഈ പേരുമാറ്റം പ്രശ്നമാകും. 2 ID പ്രൂഫ് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ പേര് മാറ്റിയ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത് കാണാറുണ്ട്. പല അപേക്ഷകളും എഴുതുമ്പോൾ വിവാഹശേഷം ഭർത്താവിന്റെ പേര് കൂട്ടിച്ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നീട് ഔദ്യോഗിക രേഖയുമായി പൊരുത്തപ്പെടാതെ വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന അനവധി പേരുണ്ട്. ഭർത്താവിന്റെ പേര് സിമന്റ് ഇട്ടതുപോലെ തന്റെ പേരിന്റെ കൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി അഭിമാനപൂർവ്വം നടന്ന പല സ്ത്രീകളും ഡൈവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ പേരൊന്നും മാറ്റാൻ വേണ്ടി ഓടുന്ന ഓട്ടം കാണണം. സുധാകരൻ ചേട്ടന് ഡൈവോഴ്സ് ചെയ്ത സുധാമണി വീണ്ടും കല്യാണം കഴിച്ചു. സുമേഷ് ചേട്ടന് കല്യാണം കഴിച്ച് ഗർഭിണിയായ അവര് ലേബർ റൂമിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സിസ്റ്റർ വന്നിട്ട് ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ്, സുധാകരന്റെ ഭർത്താവ് ഒന്ന് വരണം. സുമേഷ് ചേട്ടന്റെ മുഖത്തെ ഭാവം എന്തായിരിക്കും? ഇഞ്ചി കടിച്ചതാണോ അതോ പല്ലിറുമ്പിയതാണോ എന്ന് ഇപ്പോഴും അറിയില്ല. ഭർത്താവിന്റെ പേര് സ്വന്തം പേരിന്റെ കൂടെ ചേർക്കുമ്പോൾ ഓർക്കുക, ഡിവോഴ്സ് സംഭവിച്ചാലേ നിങ്ങൾ വെള്ളം കുടിക്കും. പല്ലിയുടെ വാല് പോലെ ഇത് പെട്ടെന്ന് നിങ്ങൾ വിട്ടുപോകും എന്ന് കരുതണ്ട. കെട്ടിയോനെ മാറ്റിയ പോലെ അത്ര എളുപ്പമാവില്ല സർക്കാർ രേഖകളിൽ കടന്നുകൂടിയ നിങ്ങളുടെ മുൻ ഭർത്താവിന്റെ പേര് മാറ്റാൻ. SSLC ബുക്കിലെ പേരിന് ദോഷം വരുത്തി മറ്റൊരു പേര് സ്വീകരിച്ചാൽ നിങ്ങൾ വെള്ളം കുടിക്കും. വെറും വെള്ളമല്ല, നല്ല പാവയ്ക്ക ജ്യൂസ് പോലെയുള്ള കയ്പുള്ള വെള്ളം. SSLC ബുക്കാണ് ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ പേരിന്റെ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ട് കണക്ക് കൂട്ടപ്പെടുന്നത്. അതുകൊണ്ട് SSLC ബുക്കിൽ എങ്ങനെയാണോ ഇനീഷ്യലിനിടയ്ക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസ് വരെ കൃത്യമായി എവിടെയും നിങ്ങൾ ഉപയോഗിച്ച് ശീലിക്കണം. എൻ്റെ പേര് പ്രദീപ് കുമാർ എന്നാണ്. പ്രദീപ് കുമാർ എന്നതിന് സ്പേസ് ഇല്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചില ഉദ്യോഗസ്ഥന്മാർ അവർ സ്പേസ് ഇടും. അതിൻ്റെ പേരിൽ ഞാനും കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പേസ്, പേരിന് ഇടയ്ക്കുള്ള സ്പേസ്, ഇനീഷ്യലിന് ഇടയ്ക്കുള്ള സ്പേസ്, ഇതെല്ലാം കൃത്യമായി സ്വയം പഠിച്ചു വെക്കുക. എവിടെയും ആ പേര് തന്നെ ഉപയോഗിക്കുക. അതുകൊണ്ട് SSLC ബുക്കിലെ പേരിന് പേരുദോഷം വരുത്താതെ സ്വന്തം പേര് അഭിമാനപൂർവ്വം ഉപയോഗിക്കുക, എവിടെയും എപ്പോഴും. എങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേരുദോഷം ഉണ്ടാവില്ല. ഇനി ജീവിതകാലം മുഴുവനും കെട്ടിയോന്റെ പേര് ചുമന്നുകൊണ്ട് നടക്കണമെന്ന അമിതമായ ഭർത്തൃസ്നേഹം ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ ഔദ്യോഗിക രേഖകളിൽ മുഴുവനും മാറ്റം വരുത്തിയതിനു ശേഷം മാത്രം ചെയ്യുക. അതും ഡൈവോഴ്സ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. 98ാമത്തെ വയസ്സിലും ഡൈവോഴ്സ് നടക്കുന്ന നമ്മുടെ ഈ കൊച്ചു സുന്ദരമായ കേരളത്തിൽ അതിനൊക്കെ എന്താണ് ഉറപ്പ്, അല്ലെ?